നമ്മുടെ സംസ്ഥാനത്തുള്ള പല പ്രധാനപ്പെട്ട മീഡിയ സ്ഥാപനങ്ങളും ഈ രാജ്യം കത്തിനിൽക്കുന്ന പൗരാവകാശത്തെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ ലവ് ജിഹാദ് ചർച്ച ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളും സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളത് ഒരേ സമയം തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ബിജെപി കളത്തിലിറങ്ങിയതോടെ കേരളത്തിൽ വീണ്ടും ലവ് ജിഹാദ് ആരോപണം ശക്തമാവുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ശത്രുക്കളെ തിരിച്ചറിയണം, അവരെ ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുന്നതും നല്ലതാണ്. ഇത് ജനാധിപത്യത്തിന്റെ മുന്നമാരാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരേ സമയം അഭിമാനവും അതേസമയം തന്നെ കടുത്ത വേദനയോടും കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് വേദന? ഇന്ന് രാജ്യം മുഴുവൻ, ഒരുപക്ഷെ അടുത്ത കാലത്തെങ്ങും 300 MP-മാർ തെരുവിലിറങ്ങി ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയിട്ടില്ല രാജ്യത്തിന്റെ തലസ്ഥാനത്ത്. ഇതേപോലെ ഒരു വിഷയം രാജ്യശ്രദ്ധയെ ആകർഷിച്ചിട്ടില്ല. 80% വരുന്ന നാഷണൽ മീഡിയയും ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല എന്നതാണ് എന്റെ പക്ഷം. ഒരൊറ്റ കെട്ടിടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ 385 പേരാണ്, ഒരൊറ്റ വീട്ടിൽ 355 പേരുടെ പേരാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. പൂങ്കുന്നത്തേക്ക് വന്നപ്പോഴോ ഒരു വീട്ടിൽ ആ വീട്ടമ്മയ്ക്കറിയില്ല, ആ വീട്ടമ്മ 4 വർഷമായി അവിടെ താമസിക്കുക. ആ വീട്ടമ്മയോട് ഞങ്ങളുടെ പ്രതിനിധി ചോദിക്കുന്നുണ്ട് ഓരോ പേരുകൾ, ഇവരെ ഒന്നും അറിയില്ല. ആ മേൽവിലാസത്തിലാണ്. നിങ്ങൾ സൂക്ഷിച്ചോളൂ, നിങ്ങളുടെ വീട്ടിലെ മേൽവിലാസത്തിലും ഒരു പോസ്റ്റ് കോഡിന്റെ തെളിവിൽ ഏതെങ്കിലും ഒരാൾ വന്ന് വോട്ട് ചേർത്തിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മേൽവിലാസത്തിലും 1, 2, 3 പേരെയൊക്കെ ചേർക്കാൻ വേണ്ടുന്ന ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്യന്തം അപകടകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ജനാധിപത്യം പോകുന്നത്.